ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ആക്സസറീസ് ചെയ്യുന്നവർക്ക്, തുടക്കക്കാരായ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിന്റെ ഓരോ ഐറ്റംസിന്റെ പേരൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ ഇത് ഓരോന്നിന്റെ ഏതൊക്കെ പേരാണ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു എന്റെ ഇതെന്ന് പറയുന്നത് മെറ്റൽ സിൽവറിന്റെ ബോയാണ്. ഇതുകൊണ്ട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റും കൊണ്ടൊക്കെ ആണെങ്കിലും ബോ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സാറ്റിൻ റിബൺ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഫ്ലവർ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ പേരെന്ന് പറയുന്നത് സിൽവറിന്റെ മെറ്റൽ ബോയാണ് ഇത്. അപ്പോൾ ഇതും വളരെ നല്ലതാണ്. ഇത് ഒരു പീസിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാരായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോന്നോരോന്നും അത് എന്താണെന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് പല ടൈപ്പ് ഉണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഇത് സാറ്റിൻ ബോ ആണ്. സാറ്റിൻ ബോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ ബോയിൽ ഒരു ബോ ഇതെന്ന് പറയുന്നത് നമുക്ക് സാറ്റിൻ റിബണും കൊണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴാണ് വളരെ ഭംഗിയായിട്ട് വരുന്നത്. കാരണം ഇതുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ബീഡ്സ് എന്ന് വെക്കുമ്പോൾ നമ്മളൊരു ഗിയർ വെയറും കൊണ്ട് നമുക്ക് ബീഡ്സ് കോർത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നാൽ പിന്നെ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഇതേ സെയിം കട്ട് ചെയ്തിട്ട് എടുത്താലേ നമുക്ക് ഇതും കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സാറ്റിൻ കവേർഡ് ചെയ്തുകൊണ്ട് നമുക്കിതില് നമുക്ക് ഫ്ലവർ ആണെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് റിബണും കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കാണുക. അപ്പൊ അതുപോലത്തെ ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്ത് ജസ്റ്റ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് രീതിയിൽ ഫോം ഫ്ലവർ ഒക്കെ വെച്ചിട്ട് അതൊക്കെ അതിന്റെ പേരൊക്കെ ഞാൻ അതെന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിന്റെ പേരെന്ന് പറയുന്നത് സാറ്റിൻ ബോ ആണ്. അപ്പൊ ഈ ഒരു സാറ്റിൻ ബോ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിത് പല കളറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ എൻ്റെ ഏകദേശം 5 കളറോളം ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത്. ഇതിന്റെ റെഡ് ഒക്കെ ഉണ്ടായിരുന്നു, ഇതിന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നതാണ്. അപ്പൊ ഇതിന്റെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, ഗോൾഡ് കളർ ഉണ്ട്. അങ്ങനെ എല്ലാ കളറും ഈ ഒരു സാറ്റിൻ ബോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ വേണ്ടത് അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം 2 ടൈപ്പ് ബോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ അടുത്തായിട്ട് വരുന്നത് പിന്നെ ഇത് വയർ ബോ ആണ്. വയർ ബോ എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് ഈ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഇതിന്റെ ഗോൾഡ് കളറും ഉണ്ട്, ഈ സിൽവർ കളറും ഉണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളറാണ്. ഇതിന്റെ ഗോൾഡും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ്, പിന്നെ പ്ലാസ്റ്റിക് ബോ കിട്ടും. അങ്ങനെ പല ടൈപ്പ് ബോ ഉണ്ട്. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയും ടൈപ്പ് ബോയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ നമുക്ക് ഞാൻ ഓരോന്നോരോന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വയർ ബോ വെച്ചിട്ട് ഏതൊക്കെ, അപ്പൊ എല്ലാവർക്കും ഡൗട്ടുകളാണ്, തുടക്കക്കാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഡൗട്ടുകളാണ് ഈ ഒരു ബോ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാവുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബീഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ബീഡ്സുകളുണ്ട്. പക്ഷെ ആദ്യം തന്നെ ഞാനൊരു ഗ്ലിറ്റർ ട്യൂബ് പരിചയപ്പെടുത്താം. ഇതാണ് ഗ്ലിറ്റർ ട്യൂബ്. ഇതിന്റെ പേരാണ് ഗ്ലിറ്റർ ട്യൂബ്. ഇത് നമുക്ക് ട്യൂബ് പോലെയാണ്. ഇതിനകത്തോട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് ഇതിന്റെ എൻഡ് ഭാഗത്ത് ഒന്നിൽ എൻഡ് ടേപ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് എൻഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ പേരാണ് ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറയും. കണ്ടോ, ഇതിന്റെ പല കളർ അവൈലബിൾ ആണ്. ഏകദേശം എല്ലാ കളറും, മിക്ക കളറുകളും ഇതിന്റെ അവൈലബിൾ ആണ്. എൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമുണ്ട്. പല കളർ ഉണ്ട്. എല്ലാം എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം
നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതാണ് ഗ്ലിറ്റർ ട്യൂബ്. ഇത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഹെയർ ബാൻഡ് ഈ ഒരു ബോയിലാണ് ഇത്. ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ വയർ ബോയിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് വയർ ബോ. അപ്പൊ ഈ ഒരു വയർ ബോ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് ബീഡ്സ് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പൊ ആദ്യം ഞാൻ ഒരു ബട്ടർഫ്ലൈയുടെ ബീഡ്സുകളാണ്. അത് ഏകദേശം എൻ്റെ 5 ടൈപ്പോളം ബീഡ്സുകൾ ഈ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ഉള്ളതുണ്ട്. ഇപ്പൊ ആദ്യം തന്നെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ്. ഇത് നമുക്ക് ഈ ഒരു വയർ ബോയ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് വേറെ കളർ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബീഡ്സുകളൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് നമുക്ക് മാല കോർക്കാനും പറ്റും കേട്ടോ. ഇതുകൊണ്ട് മാല കോർക്കാനും പറ്റും, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അപ്പൊ എൻ്റെ കയ്യിലുള്ള ബട്ടർഫ്ലൈയുടെ സ്റ്റോക്ക് ഞാൻ കാണിക്കാം. പിന്നെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈയുടെ ബീഡ്സ് ആണ് എൻ്റെ ഉള്ളത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ്. ഗ്ലാസ് ബീഡ്സ് ഒറ്റ കളറായിട്ടുള്ളത് കണ്ടോ. ഈ ഒരു ഒറ്റ കളറായിട്ട് വരുന്നതാണ്. ഇതേ കളർ തന്നെ സെയിം റെഡ് കളറും എൻ്റെ അവൈലബിൾ ആണ് കണ്ടോ. ഇതേ കളറ് റെഡും അവൈലബിൾ ആണ്. നമുക്ക് വെറൈറ്റി ആയിട്ട് ഈ ഒരു മിക്സ് ചെയ്താണെങ്കിലും നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ഗ്ലാസ് ബീഡ്സ് തന്നെ ഇത് മൾട്ടി കളറാണ് വരുന്നത്. പല കളർ ഈ ഒരു ബീഡ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ബീഡ്സ് ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും 10 ഗ്രാമിന് 18 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 5 ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് എൻ്റെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ തുടക്കക്കാരായി നിങ്ങൾക്ക് ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് ബീഡ്സ് ഹെയർ ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ. ഇതുപോലെ നല്ല ഷൈനി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഡ്സുകളാണ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ബീഡ്സ് എങ്ങനെയാണെന്നും ഗ്ലാസ് ബീഡ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും പ്ലാസ്റ്റിക്കിന്റെ നല്ല ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബീഡ്സുകൾ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ബീഡ്സ് പരിചയപ്പെടുത്താം. പിന്നെ അടുത്തായിട്ട് വരുന്നത് ലെറ്റർ ബീഡ്സ് ആണ്. ലെറ്റർ ബീഡ്സ് ഇത് ഹാങ്ങിങ് ആണ്. നമുക്ക് ഇത് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല അടിപൊളി ബീഡ്സ് ആണ്. മാലയിലൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ. നമുക്കിങ്ങനെ ഹാങ് ചെയ്യുന്ന സൈസ് ബീഡ്സ് ആണിത്. ഇതും വളരെ നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ലെറ്റർ ബീഡ്സ് തന്നെയാണ്. അതിന്റെ ഫ്ലവർ ഷേപ്പ് ഉള്ളൊരു ബീഡ്സ് ആണ് കണ്ടോ. അപ്പൊ നമുക്കിതൊക്കെ ഹെയർ ബാൻഡ് ഈ ഒരു വയർ ബോ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഇതിന്റെ ഇങ്ങനെ 2 ഭാഗത്തായിട്ട് നമുക്ക് ഹോളുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ബീഡ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു എല്ലാം ലെറ്റർ ബീഡ്സ് തന്നെയാണ്, പല ടൈപ്പ് ഉള്ളതാണ്. അതാണ് നിങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇത് മൾട്ടി കളറാണ്. നമുക്ക് ലെറ്റർ തന്നെയാണ് വരുന്നത്, മൾട്ടി കളറാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആ കുഞ്ഞുകുട്ടികളുടെയൊക്കെയാണ് നെയിം എഴുതിയിട്ട് ഹെയർ ബാൻഡ് ഒക്കെ ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ലെറ്റർ ഒക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരുപാട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ലെറ്റേഴ്സ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞാൻ ലെറ്റർ മാത്രമുള്ള ബീഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നെയിം വെച്ചിട്ട് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതി തുടക്കക്കാരായ നിങ്ങൾക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നെയിം വെച്ചിട്ട് പിന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് പിന്നെ അടുത്തായിട്ട് ഒരുപാട് ബീഡ്സുകളുണ്ട്. എല്ലാം പരിചയപ്പെടുത്താനുള്ള ടൈം കുറവാണ്. അപ്പൊ ഞാനിനി നമുക്ക് അടുത്തായിട്ട് പിന്നെ ഈ ഒരു സാറ്റിൻ ബോയും കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് പരിചയപ്പെടുത്താം. ബീഡ്സ് ഒരുപാടുണ്ട്. ഞാൻ ബാക്കി ബീഡ്സുകളൊക്കെ പരിചയപ്പെടുത്താം. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ബോയും വേണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് നമുക്ക് ഇതുപോലെ ഗ്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ബീഡ്സ് ആണെങ്കിലും ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിലും അല്ലാതെ പിന്നെ ഇതുപോലെ
സാറ്റിൻ റിബണും കൊണ്ട് ഫ്ലവർ ഒക്കെ ചെയ്യാനാണെങ്കിലും ഗ്ലൂ അത്യാവശ്യമാണ്. നമുക്ക് സാറ്റിൻ റിബണും കൊണ്ട് നമുക്ക് ഫ്ലവർ ചെയ്ത ശേഷം ഇതുപോലെ ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഹെയർ ബാൻഡ് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ B7000 ഗ്ലൂ ആണ് ഏറ്റവും നല്ല പശ എന്ന് പറയുന്നത്. കാരണം അത്ര പെട്ടെന്ന് ഇളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല അടിപൊളി പശയാണിത്. അപ്പം B7000 ഗ്ലൂ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. തുടക്കക്കാരായി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു സാറ്റിൻ ബോ വെച്ചിട്ട് ഇതുപോലെ ഫോം ഫ്ലവർ കൊണ്ട് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു പോളനും ഫോം ഫ്ലവറും വെച്ചിട്ട് ഒരു പോളൻ എടുത്തിട്ട് അതിനുശേഷം ഒരു ഫ്ലവർ എടുത്തിട്ട് നമുക്കിങ്ങനെ ആദ്യം ഫ്ലവർ വെക്കുക, അതിനുശേഷം പോളം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് നല്ല ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു സാറ്റിൻ ബോയും കൊണ്ട് നമുക്ക് ഈ ഒരു ഫോം ഫ്ലവറും കൊണ്ടൊക്കെ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഫോം ഫ്ലവർ, ഇതിന്റെ പേരാണ് ഫോം ഫ്ലവർ. ഫോം ഫ്ലവറും പല കളർ അവൈലബിൾ ആണ്. എല്ലാ കളറും മിക്ക കളറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ സെയിം ഇതുണ്ട്, ഇതുപോലെ സെയിം ആയിട്ട് ഫോം ഫ്ലവറിന്റെ അതേ കളർ തന്നെ പോളനും അവൈലബിൾ ആണ്. നമുക്ക് പല കളർ തന്നെ ഇത് കണ്ടോ, സിൽവർ കളർ, ഗോൾഡൻ കളർ, എല്ലാ കളറും അവൈലബിൾ ആണ്. നമുക്ക് പോളനും അതുപോലെ തന്നെ ഫോം ഫ്ലവറും കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ പേരാണ് ഗ്ലിറ്റർ ഷീറ്റ്. ഈ ഒരു തുടക്കക്കാരെ നിങ്ങൾക്ക് ഗ്ലിറ്റർ ഷീറ്റ് ഒക്കെ വാങ്ങിക്കുന്നത് എവിടാണെന്നും എങ്ങനെ വാങ്ങിക്കണമെന്നും എത്ര രൂപ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 14 രൂപയ്ക്ക് കിട്ടും, 12 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ക്വാളിറ്റിയുടെ അനുസരിച്ചാണ് വില വ്യത്യാസം വരുന്നത്. കാരണം ഇതിപ്പം ക്വാളിറ്റി കുറവാണ്. ഇതിന്റെ 1 പീസ് 10 രൂപയാണ്. കാരണം ഈ ഒരു ഗ്ലിറ്റർ ഇളകുന്ന ടൈപ്പായി കണ്ടോ, ഇതുപോലെ ഇളകുന്ന ടൈപ്പാണ്. ഇത്രയൊക്കെ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് അബദ്ധം പറ്റി വന്നതാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത്. ഇതിന്റെ സ്റ്റാൻഡേർഡ് കമ്പനി ഗ്ലിറ്റർ ട്യൂബ് അവൈലബിൾ ആണ്. അതിന്റെ ഒരു പീസിന് 14 രൂപയാണ്. അത് ഇതുപോലെ ഈ ഗ്ലിറ്റർ ഒന്നും ഇളകി വരത്തില്ല, നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അത് ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് ഇത്. നമ്മൾ എത്ര ഇങ്ങനെ ചെയ്താലും വരത്തില്ല കണ്ടോ, എത്ര വന്നാലും ഇളകി വരത്തില്ല. ഇത് ഞാൻ മുമ്പ് ഇത് തൊട്ടുകൊണ്ടാണ് നമ്മുടെ ഓൾറെഡി ഇത് കയ്യെ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു സംഭവം ഇളകി വരത്തില്ല. അത് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, കണ്ടോ, ഇളകി വരത്തില്ല. അപ്പോൾ അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റാണിത്. ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിലാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതേ സെയിം തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് പല ടൈപ്പുള്ള ബോ ചെയ്തെടുക്കാം, ഫ്ലവർ ചെയ്തെടുക്കാം. ഇതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ഐറ്റംസ് ആണ്. ഇതാണ് അതിന്റെ പേരാണ് ഗ്ലിറ്റർ ഷീറ്റ് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ടെക്ക്. ഇതെന്ന് പറയുന്നത് ഇലാസ്റ്റിക് വെയർ ആണ്. ഇതുകൊണ്ട് നമുക്ക് മാല കോർക്കാനാണെങ്കിലും ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. ഇതുകൊണ്ട് ഇങ്ങനെ വലിയുന്ന സൈസാണ്. നമുക്ക് ബ്രേസ്ലെറ്റ് കുഞ്ഞു കുട്ടികളുടെയൊക്കെ കയ്യിലൊക്കെ ഇടുമ്പോഴാണെങ്കിലും ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടൊന്നും ആകത്തില്ല. നല്ലൊരു സംഭവമാണിത്. ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഇലാസ്റ്റിക് വയർ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 15 രൂപ, 18 രൂപ, അങ്ങനെ പല വിലയാണ് ഇതിനുള്ളത്. അപ്പം ഇത് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗിയർ വയർ ആണ്. ഇത് ഗിയർ വയർ എന്ന് വെച്ചാൽ ഇത് നമുക്ക് മാല കോർക്കാൻ പറ്റുന്ന സൈസാണ്. ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് കോട്ടിങ് കൂടെ ഉള്ളതാണ്. മാലയ്ക്ക് വളരെ നല്ലതാണ്. ഇത് വെച്ചിട്ട് മാല കോർക്കാൻ അത്ര പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു പിന്നെ ഒരു കമ്പിയാണ്, അതിന്റെ മേലിലായിട്ട് പ്ലാസ്റ്റിക്
കവർ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാല ചെയ്തെടുക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് മാല ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പീസിന് ഏകദേശം 50 രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നതാണ്. കാരണം നല്ല ക്വാളിറ്റി ഉള്ളതും അത്ര പൊട്ടിപ്പോകത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് നല്ല രീതിയിൽ മാലയൊക്കെ കോർത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് ഗിയർ വെയർ തന്നെയാണ്. ഇത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതാണ്. അപ്പൊ ഇത് ഉണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത്, ഇപ്പൊ നമ്മൾ മാല കോർക്കുന്ന കാര്യം പറഞ്ഞില്ല, അതുപോലെ മാല കോർക്കുന്ന എൻ്റെ ഭാഗത്ത് ഇത് ഫിഷ് ലോക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ പേര് ഫിഷ് ലോക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മാലയ്ക്ക് എൻ്റെ ഭാഗത്തായിട്ട്. മറ്റേ സാധാ ലോക്കും ഉണ്ട്. ഇതാണ് കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എൻ്റെ കൂടുതലായിട്ടും പോകുന്നത് ഈ ഒരു ലോക്കാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂവ്മെന്റ് ഉള്ളതാണ്. ഇതിന്റെ പേര് ഫിഷ് ലോക്ക് എന്നാണ്. പിന്നെ അടുത്തായിട്ട് ഇതിന്റെ ഇതിന്റെ ജം റിംഗ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ എല്ലാ ഐറ്റംസ്, ഏകദേശം ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്താതെ, എന്നുവെച്ചാൽ വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടുത്താം. ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഐറ്റംസിന്റെ പേരും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത് ഇതേപോലെ ഓരോ പ്രോഡക്റ്റും പേരും അതുപോലെ തന്നെ എന്തിനു ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.